ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അടുത്ത ട്രാവൽ വ്ളോഗായിട്ട് ഇതാ പെട്ടിയൊക്കെ തൂക്കി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകാനാണ് ആദ്യം ഉദ്ദേശം. ആൻഡ് ഇത്തവണ ഒറ്റയ്ക്കുള്ള ഗൈസ്, എൻ്റെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ കൂടുതൽ ഡയലോഗൊന്നും ഇല്ല. വരൂ എൻ്റെ കൂടെ, നമുക്കൊന്ന് ഓസ്ട്രിയ വരെ പോയിട്ട് വരാം. ഞാൻ ഒരു 2-3 ട്രെയിനൊക്കെ കയറി ഇപ്പം എയർപോർട്ടിലെത്തി. ആസ് ഐ സെഡ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആൻഡ് ഈ ഒരു ഫ്രണ്ട് ഈസ് വെരി സ്പെഷ്യൽ ബിക്കോസ് വി ആർ മീറ്റിംഗ് ലൈക്ക് ആഫ്റ്റർ 15 years. ഞാൻ ഖത്തറിൽ 6th വരെ, ലൈക്ക് ഒരു 10-12 വയസ്സ് വരെ നിന്ന സമയത്ത് ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിൽ താമസിച്ച ബെസ്റ്റീസ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ലൈഫ് അല്ല, അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴിയായിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയെങ്കിലും ഐ തിങ്ക് ആഫ്റ്റർ 15 years we are like about to see each other. So I'm waiting for her now. So I'm really excited for this journey. More than a trip, it's also like a reunion for me, and I think it's gonna be so good. Yeah. So I'm looking forward. Anyways, ഞാനിപ്പോൾ അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആൻഡ് ബൈ ദ വേ, ഷീസ് നോട്ട് എ മല്ലു, സോ ലൈക്ക് മോസ്റ്റ്ലി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് ഇറ്റ് വിൽ ബി ലൈക്ക് ഐ ഫീൽ ബാഡ് ടോക്കിംഗ് ഇൻ മലയാളം ലൈക്ക് വെൻ ഷീ ഈസ് വിത്ത് മീ. അപ്പോൾ അത് ഇംഗ്ലീഷിലല്ലേ പറഞ്ഞു. എനിവേസ്, ഞാനപ്പോൾ എന്തായാലും ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഹർ. വിൽ സീ ഹൗ എവറിത്തിങ് ഈസ് ഗോയിങ്. സോ ഐ എം എക്സൈറ്റഡ്. ഫൈനലി ഗൈസ്, ദിസ് ഈസ് ദ മൊമെൻറ്റ്സ്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കാത്തിരുന്നതിന് ശേഷം നമ്മളിതാ അൺഎക്സ്പെക്റ്റഡ്ലി ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കണ്ടുമുട്ടി. ആൻഡ് എവ്രി വൺ മീറ്റ് സാഷ. അപ്പോൾ സാഷനെ നമ്മൾ ഈ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഥയും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്ലൈറ്റൊക്കെ കയറി. ഇതാ ഫ്ലൈറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓസ്ട്രിയ എത്തി, ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ, പൊതുവേ മൈഗ്രെയിൻ ഉള്ളവർക്ക് വളരെ റിലേറ്റബിൾ ആയിരിക്കും. എൻ്റെ ഈ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്, ടേക്കിംഗ് ഓഫ്, ലാൻഡിങ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഇരുന്നതും പൊന്തിയതും ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഐ വാസ് ഹാപ്പി. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് നേരെ ഒരു ബസ് എടുത്തിട്ടാണ് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങളിങ്ങനെ പോവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹോസ്റ്റൽ നമ്മുടെ പ്രോപ്പർ സിറ്റിക്കകത്തല്ല, കുറച്ച് മാറിയിട്ടാണ്. എന്നാലും ഇറ്റ്സ് ഈസ് വെരി അഫോർഡബിൾ, വെരി നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് അടിപൊളി ഹോസ്റ്റലാണ്. സോ ആരെങ്കിലും പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് ജോ ആൻഡ് ജോ ഹോസ്റ്റൽ അറ്റ് വിയന്ന. അങ്ങനെ ചെക്ക് ഇൻ പ്രോസസ്സ് കഴിഞ്ഞതാണ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ആൻഡ് നമ്മുടെ റൂം ഒരു 6 bed അടങ്ങിയിട്ടുള്ള ഫീമെയിൽ ഡോമെട്രിയാണ്. ഇവിടെ ഞങ്ങളായിരുന്നു ആദ്യത്തെ അതിഥികൾ തന്നെ. ആൻഡ് ഈ കാണുന്ന ബെഡ് നമ്പർ 3 and 4 ആണ് ഞങ്ങളുടെ. അവൾ മേലത്തെ ബെഡും ഞാൻ താഴത്തെ ബെഡുമായിരുന്നു ഗൈസ്. ആൻഡ് ആസ് യു ക്യാൻ സീ, ഈ ബെഡിൻ്റെ ഹൈറ്റ്, ഐ മീൻ മേലെയാണെങ്കിലും താഴെയാണെങ്കിലും, മേലെയുള്ളവർ കിടന്നാൽ പോലും അറിയില്ല, താഴെയുള്ളവർക്ക് 2 സൈഡിൽ കേർട്ടൻസ് ഉണ്ട്. സോ ഭയങ്കര പ്രിവസി ഉണ്ട്, ഈവൻ ബാക്കി ഹൗസ് മേറ്റ്സ് വന്നാൽ പോലും. ആൻഡ് ഭയങ്കര നീറ്റാണ്, സ്പേഷ്യസ് ആണ്. നമുക്കിതാ ഈ ഒരു കുഞ്ഞു കേർട്ടൻസ് ഇവിടെ കാണുന്നില്ലേ, അതൊരു ചെറിയൊരു ഡ്രസ്സിങ് റൂമാണ്. ആൻഡ് നമുക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്, ബാത്റൂം ഉണ്ട്. സോ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഇങ്ങനത്തെ റൂംസ് തന്നെ കിട്ടുമ്പം കുറച്ച് സമാധാനമാണ്. ഈ കാണുന്ന നമ്മുടെ ഹോസ്റ്റലിൻ്റെ ടെറസാണ്. ഭയങ്കര വൈബുള്ള ഒരു പ്ലേസ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ചില്ല് ചെയ്തു, ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് കൂട്ടി മെല്ലെ അടുത്തുള്ള പ്ലേസസിലേക്കൊക്കെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഇല്ല, കാരണം നമ്മൾ വലിയ പ്ലാനിങ് ഇല്ലാത്തൊരു ട്രിപ്പായിരുന്നത്. ഇന്ന പ്ലേസസിലേക്ക് പോകണമെന്നല്ലാതെ അവിടെ എന്തൊക്കെ കാണണം എന്നുള്ള യാതൊരുവിധ പ്ലാനിങ് ഞങ്ങൾക്കില്ല. ആൻഡ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് വിശേഷങ്ങളും കഥകളൊക്കെ പറയുണ്ടായി. അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ അങ്ങനെ ആക്ച്വലി ഞാൻ വലുതായിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാതെ തന്നെ നമ്മുടെ ഡേ അവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ദ റിയൽ ഡേ സ്റ്റാർട്ട്സ് ഓഫ് ഫ്രം ഡേ 2. കാരണം നമ്മൾ ഈ ഒരു ഡേ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് നേരെ നമ്മുടെ സിറ്റിയിലേക്കാണ്, ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലേക്ക് പോകാനായിരുന്നു. അങ്ങനെതാ നമ്മൾ വിയന്നയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഞാൻ വ്ളോഗും കൂടെ ചെയ്യുന്ന കാരണം ഷീ ഈസ് റിയലി ട്രൈങ് ടു ഹെൽപ്പ് മീ, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നത് ആക്ച്വലി ഒരു ഐക്യ ബിൽഡിങ്ങിലാണ്. നിങ്ങൾക്ക് ആ ഒരു താഴത്തെ ഫ്ലോർ നോക്കിയാൽ കാണാം, അത് ആക്ച്വലി ഐക്യയാണ്. ഭയങ്കര എന്താ പറയുക, കൺവീനിയൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെട്രോ ആക്സസ് ഉണ്ട്. ഒരു മോളാണ്, അതിൻ്റെ ഉള്ളിലേക്കാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. എനിവേ നമുക്കത് ഭയങ്കര അതാ ഞാൻ പറഞ്ഞില്ലേ, ഇവൻ തോ നമ്മൾ സിറ്റിക്ക് കുറച്ച് ദൂരമാണെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ അവൈലബിൾ ആണ്. നമ്മൾ ഹോസ്റ്റലിലേക്ക് ലിഫ്റ്റ് ഇറങ്ങി താഴെ എത്തുമ്പോൾ തന്നെ നമ്മൾ നേരെ പോകുന്ന ഒരു മോള് പോലത്തെ ഒരു ഇതിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മെട്രോ ആക്സസും കിട്ടും.
അങ്ങനെ മെട്രോ ഒക്കെ കയറി ഇറങ്ങി ഞങ്ങളിതാ വിയന സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇന്നലെ വരെ ഞങ്ങളുടെ മൈൻഡിൽ വാസ് ലൈക്ക് വൈ ഡിഡ് വി ചൂസ് ഓസ്ട്രിയ? കാരണം ഞങ്ങൾ വേണ്ട വിധം ഉള്ള റിസർച്ചൊന്നും ചെയ്യാണ്ട് ക്വിക്ക് പ്ലാനിങ് ആയിരുന്നല്ലോ. അപ്പോൾ തന്നെ നമ്മൾ നിന്ന് സ്ഥലവും വെച്ച് നോക്കി ഞങ്ങൾക്ക് അങ്ങനെ കാണാനൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അപ്പോൾ വി വാസ് ലൈക്ക് നമ്മൾ തെറ്റായൊരു ഡിസിഷനാണോ എടുത്തത് എന്നൊക്കെ തോന്നലുണ്ടായെങ്കിലും അതിതാ ഈ വിയന്നയിൽ എത്തിക്കാൻ ഇപ്പോൾ മാറി കിട്ടി. ആസ് യു ക്യാൻ സീ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര സ്പേഷ്യസ് ആണ്. ആൻഡ് ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര എനിക്ക് അപ്പോഴാണ് ഐ ലിറ്ററലി ഫെൽറ്റ് ലൈക്ക് ഓ ഞാൻ ഓസ്ട്രേലിയ എത്തി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. പിന്നെ ക്ലൈമറ്റിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ യു കെയിൽ നിന്ന് അത്യാവശ്യം സമ്മർ ആയിട്ടും ഇല്ല, എന്നാൽ തണുപ്പുണ്ടേയും തന്നെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ അവിടെ നിന്ന് വന്നെങ്കിലും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം മഴ തണുപ്പ് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നുണ്ട്. പക്ഷേ താങ്ക്ഫുള്ളി ഞങ്ങൾക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം വാട്ട് വി ഡെഡ് ഫസ്റ്റ് തിങ് വാസ് ടു ഗോ ആൻഡ് ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് നമ്മൾ പോകുന്നത് ഈ കഫേ ഹവീൽക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ തലേന്ന് ഒന്ന് റിസർച്ച് ചെയ്തിരുന്നു നമുക്കൊരു നല്ല സ്പോട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. ആൻഡ് ഹൈലി റെക്കമെൻഡ് പ്ലേസ് ആയിരുന്നു കഫേ ഹവീൽക്ക. അത് അകത്ത് കയറിയപ്പം ഐ ഫെൽ ടു, കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു കഫേ പോയി അല്ലെങ്കിൽ ഇത്തരം ഒരു വൈബുള്ളൊരു കഫേ പോയിട്ടൊന്നും ആക്ച്വലി കഴിച്ചിട്ടില്ല. ആൻഡ് ഇത് ഭയങ്കര ഒരു ട്രഡീഷണൽ പോലെ ഒരു ഓൾഡ് സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ വൈബായിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഓൺലൈനിൽ കഴിക്കാൻ പറ്റും നോക്കി ഞാൻ എഗ് ആൻഡ് ചീസ് ഓർഡർ ചെയ്തിരുന്നു. ഇറ്റ് വാസ് ടേസ്റ്റി, നോട്ട് ഗോണ ലൈ. ഇന്നലെ ലാൻഡ് ചെയ്തപ്പോൾ തൊട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് വിയന്നെ പോകുമ്പം എന്തൊക്കെ കാണും, എന്ത് ചെയ്യും എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയോ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റിൽ വി ഹാവ് ലൈക്ക് ദ ഹോൾ ഡേ ലെഫ്റ്റ് അല്ലേ. അപ്പം ആസ് യൂഷ്വൽ ഗൂഗിളിൽ കയറി നോക്കി കുറേ അട്രാക്ഷൻസ് കണ്ടു. ചുമ്മാ കയറി ഓരോ ബിൽഡിങ് കാണാനും ഇതാവാനും ഞങ്ങൾക്ക് രണ്ടാൾക്കും താല്പര്യമില്ലായിരുന്നു. അത് ഒരേപോലെ ആയത് നന്നായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ നോട്ടീസ് ബോർഡിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവമായിരുന്നു ഒരു ഗ്രൂപ്പ് വാക്കിംഗ് ടൂർ വിത്ത് ഗൈഡ്. ഒരു ഐഡിയ ഇല്ലാതെ എത്തി ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടായിരിക്കും നമുക്ക് തോന്നി. കാരണം ഇത്തരം ഗൈഡ്സ് നമ്മൾ അത്യാവശ്യം കുറച്ച് അട്രാക്ഷൻസൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾക്ക് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ ചരിത്രങ്ങൾ, കഥകൾ ഇതൊക്കെ കൂടെ പറയുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ടുള്ളൊരു അറിവ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, വിച്ച് വാസ് ഗുഡ്. നമ്മൾ ഇപ്പം ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ സമയത്തിന് അവിടെ എത്തി. നമുക്കൊരു മീറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ടൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മഞ്ഞ കുട വെച്ചിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ടൂർ ഗൈഡ്. പുള്ളിയെയാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാനൊക്കെ പോകുന്നത്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഈ ഒരു വാക്കിംഗ് ടൂറിൻ്റെ സമയത്ത് ഞാൻ ഒറ്റ വീഡിയോ വ്ളോഗിന് വേണ്ടിയിട്ട് എടുത്തില്ല എന്ന് വേണം പറയാൻ. ഞാൻ എടുക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി. കാരണം ഹി വാസ് എൻ അമേസിങ് ഗൈഡ്. ഹി വാസ് ടെല്ലിങ് അസ് ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്, ഹൊറബിൾ സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആയി പോകുമ്പോഴത്തേക്കും നമുക്ക് കഥകൾ കേൾക്കാൻ പറ്റുന്നില്ല, വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ഐ കുഡൻ ഡു ദാറ്റ് ടുഗെദർ. അതുകൊണ്ട് വാട്ട് ഐ ഡിഡ്, എന്തായാലും ഞാൻ വൺസ് ഇൻ എ ടൈം എത്തി, അതുകൊണ്ട് കഥ കേൾക്കാമെന്ന് തന്നെ വിചാരിച്ചു, കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വാക്കിംഗ് ടൂർ അവസാനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഷെടാ നമ്മുടെ വ്ളോഗിന് ഒറ്റ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഉച്ചയോടുകൂടി നമ്മുടെ വാക്കിംഗ് ടൂറൊക്കെ അവസാനിച്ചു. അപ്പം ഈ നടന്ന് കണ്ടതിൻ്റെയും ക്ഷീണങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളത് അടുത്തുള്ളൊരു കടയിൽ പോവാണ് ഒരു ബബിൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. ഓസ്ട്രേലിയ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ്. എൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ. 446 വർഷം പ്രായമുണ്ട് ഈ ഒരു കത്തീഡ്രലിന്. സെക്കൻഡ് വേൾഡ് വാർ വരെ അതിജീവിച്ചൊരു ബിൽഡിംഗ് കൂടിയായിരുന്നു ഇത്. 1147 ഇതാദ്യം നിർമ്മിക്കുന്നത്. അന്നിതൊരു റോമൻ സ്ക്യൂർ സ്റ്റൈലിലായിരുന്നു ഈ ഒരു കത്തീഡ്രലിൻ്റെ പണി തീർത്തിരുന്നത്. പിന്നീട് പല സാഹചര്യങ്ങളിലും ഇവർക്കിത് പല രീതിയിൽ അഴിച്ചു പണിയേണ്ടി വന്നിരുന്നെങ്കിലും ഒരു ഭയങ്കരമായൊരു തീ അപകടത്തിൽ ഈ ഒരു കത്തീഡ്രലിൻ്റെ മേജർ പോർഷൻ തന്നെ ഇല്ലാതാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു കത്തീഡ്രലിൻ്റെ ആ ഒരു മേജർ കത്തി നശിച്ച ഭാഗവും അവരൊരു ഗോത്തിക് സ്റ്റൈലിൽ പിന്നീട് പണിയേണ്ടി വന്നത്.
ഇനി പോകുന്നത് കത്തീഡ്രലിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള കാറ്റാകോമ്പിലേക്കാണ്. ബറിയൽ സൈറ്റ് എന്നും പറയും. ഒരു ഭയങ്കരമായ അനുഭവമായിരുന്നു എനിക്കത്. ഓസ്ട്രേലിയയിൽ പണ്ടുകാലത്ത് അതിഭീകരമായൊരു പ്ലേഗ് പിടിപെട്ടിരുന്നു. അതിൽ മരിച്ചവരുടെ ഒരു മാസ് ഗ്രേവ് കൂടെയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. 11,000 ആളുകളുടെ റിമൈനിങ്സ് ഇതിൽ അടക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കിതിലേക്ക് വീഡിയോ ആക്സസ് ഉണ്ടായിരുന്നില്ല. തൽക്കാലം ഗൂഗിളിൽ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കൂടെ വേണ്ടിയിട്ട്. അടക്കം ചെയ്യാൻ സ്ഥലം ഇല്ലാതിരുന്നിട്ട് കൂടെ മരിച്ചവരുടെ ഒറ്റവർക്ക് ഇവിടെ തന്നെ അടക്കം ചെയ്യണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. സ്ഥലം കൂട്ടാൻ വേണ്ടിയിട്ട് അന്ന് ജയിൽ തടവുകാരെ വിളിച്ചു വരുത്തി ഇവർ മണ്ണെല്ലാം ഇളക്കി ഈ ബോഡി റിമൈനിങ്സ് ഒക്കെ എടുത്തിട്ട് അവരെ കൊണ്ട് അടക്കി കൂട്ടി വെപ്പിച്ചു. ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാൻ അന്ന് കാലത്തൊക്കെ ഈ ജയിൽ തടവുകാരായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് ഈ സ്ഥലക്കുറവ് കൊണ്ടും സ്മെല്ലും കൊണ്ടും ബറിയൽ സൈറ്റ് അടച്ചുപൂട്ടുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതെല്ലാം കണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര വല്ലാത്തൊരു ഇമോഷണൽ സ്റ്റേറ്റിലായിരുന്നു. ഇതൊക്കെ കണ്ടതൊക്കെ ശരിക്കുള്ള മനുഷ്യരാണെന്നൊക്കെ അറിയുമ്പോഴും മനസ്സിലാക്കിയപ്പോഴൊക്കെ ഒരു തിരിച്ചറിവില്ലേ, എന്തായാലേ എന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായത്. കത്തീഡ്രലിൻ്റെ വിശേഷം ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. ഈ ഒരു കത്തീഡ്രലിന് 2 മെയിൻ ടവറുകളുണ്ട്, നോർത്ത് ടവർ ആൻഡ് സൗത്ത് ടവർ. ഈ 2 ടവറും ആക്ച്വലി നമുക്ക് വിയനയുടെ ഒരു ടോപ്പ് വ്യൂ തരുന്ന ഒന്നാണ്. സോ ഏതെങ്കിലും ഒന്നിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആസ് യൂഷ്വൽ ഓരോ റിസർച്ചും ഒന്നുപോലും ഗൂഗിൾ ചെയ്യാതെ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, സൗത്ത് ടവറിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതാ നമ്മൾ എൻട്രി കയറി ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു പണി പാളിയോ എന്നൊക്കെ തോന്നി തുടങ്ങി. ഞാൻ പാരീസിൽ പോയൊരു സമയത്ത് ഇതേപോലൊരു ടവർ ഞാൻ കയറിയിരുന്നു. അന്നും ഇത്തരം സ്റ്റെപ്സ് ഉണ്ടാകും എന്നറിയാതെയാണ് ഞാൻ കയറിയത്. ഇതും ഏകദേശം അതേപോലെയാണെന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. പിന്നീടാണ് മനസ്സിലായത് ഇത് വെറും 343 സ്റ്റെപ്സ് അടങ്ങിയിട്ടുള്ള ഒരു ടവറാണ്. അതായത് സൗത്ത് ടവർ ആയിരുന്നു വൺ ഓഫ് ദ ടോളസ്റ്റ് ടവർ ആ പറഞ്ഞ 2 ടവറിൽ. We are there. Where are you, Sash? I'm here. You're alive. It's worth it. I hope so. I don't see the end. Oh, careful. Oh, we're there. Yeah, true. Thank you. Oh, I see the light. You're almost done. Oh boy, this is scary. Why did we choose this? Oops. We need to climb the stairs again? Oh God. Donovan. Oh my God. Oh. I don't think I can do this anymore. Hello. അങ്ങനെ ചത്തിട്ടാണെങ്കിലും ഞങ്ങൾ എങ്ങനെയും എത്തി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നില്ല. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഭയങ്കര വൈഡ് ഓപ്പൺ സ്പേസ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ എനിവേയ്സ് നമ്മളെന്തായാലും കയറി. ആൻഡ് ദ വ്യൂ ഐ എം ടെല്ലിങ് യു ഇറ്റ് ഈസ് അമേസിങ്, അതിൽ നോ ഡൗട്ട്. പക്ഷേ കുറച്ചും കൂടെ ഓപ്പൺ സ്പേസ് ഒക്കെ ആയിരുന്നെങ്കിൽ രസമായിരുന്നു. പക്ഷേ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ പണിയുന്നത് ഇത്. അങ്ങനെ ആളൊഴിഞ്ഞൊരു സ്ഥലം പോയി കണ്ടുപിടിച്ചു എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന എൻ്റെ പുറകിൽ ഇതെങ്ങേര് വന്ന് ഇതെന്തെന്നാണ് ഈ കാണിക്കുന്നതെന്ന് പോലും അറിയാതെ നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. We made it. That was a hard work. Hold on. I'm flipping, yeah. How do you feel? Give me 2 words about it. Tiring, but worth it. Really? Yeah. Yeah, it is actually. ഇതായിരുന്നു ഞങ്ങൾ കയറിയ ആ ഒരു സൗത്ത് ടവർ. ഇറ്റ് വാസ് നോട്ട് ഈസി ഗൈസ്, ലിറ്ററലി ടെലിങ് യു. കാരണം ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ കയറുന്നു, ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നു. ആൻഡ് ഒരു ചെറിയ സ്പേസാണ്, സ്റ്റെപ്സിന് വലിയ വീതിയില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എന്നെ പോലെ തലക്കൊക്കെ പ്രശ്നമുള്ളവരും ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന കറക്കത്തിലൂടെ ഇങ്ങനെ കറങ്ങി വേണം പോകാൻ. എനിവേസ് വി മെയ്ഡ് ഇറ്റ്, ദാറ്റ് വാസ് ഇറ്റ്. ഇനി ഈ ഒരു ക്ഷീണം മാറ്റാൻ നമ്മൾ ലഞ്ച് അടിക്കാൻ പോവാണ്.
ഞങ്ങൾ ഈ പോകുന്നൊരു മാർക്കറ്റിലേക്കാണ്. അതിനിപ്പോൾ ഈ ട്യൂബ് കയറി വേണം പോകാൻ. ഒരു 2-3 സ്റ്റോപ്സ് ആണ് ഫ്രം വിയന്ന, നമ്മുടെ മെയിൻ സിറ്റിയിൽ നിന്ന്. അപ്പം ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായില്ല. നാഷ് മാർക്കറ്റ് എന്നാണ്, ഐ ഹോപ്പ് ദാറ്റ്സ് ഹൗ ഇറ്റ്സ് പ്രൊനൗൺസ്ഡ്. ഇവിടെ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റാം. എനിവേസ്, അപ്പം ഞങ്ങൾ ആ ഒരു വാക്കിംഗ് ടൂറിൻ്റെ സമയത്ത് ഒരു കപ്പിൾസ് ഇവർ നമ്മുടെ ഗൈഡിനോട് ഇങ്ങനെ ഒരു മാർക്കറ്റിനെ പേര് സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് വിചാരിച്ചു, ഓക്കെ എന്നാൽ നമുക്കിവിടെ പോവാം. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, അല്ലാതെ ഇങ്ങനത്തെ സുവനീസ് വാങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട്, അല്ലാതെ സ്മോൾ മാർക്കറ്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വണ്ടി കയറി വന്നത്. What's that? It's got my friend in it. Abby. ഓസ്ട്രിയ മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ ഇവിടുത്തുകാരുടെ വലിയൊരു അഭിമാനം തന്നെയാണ് ഇവരുടെ ഈ ഒരു മ്യൂസിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഒരുപാട് മേജർ കോമ്പോസേഴ്സ് ഓസ്ട്രിയയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ ബീത്തവൻ, മോസാർട്ട്, സ്കോൺബർഗ് എക്സെട്ര. ഇവിടെ വന്ന് ഈ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം തോന്നി ഇതിലേതെങ്കിലും ഒന്ന് കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു മിനി കോൺസേർട്ട് അറ്റൻഡ് ചെയ്യാനാണ്. ഇതിൽ ഓപ്പറ, ക്ലാസിക് മ്യൂസിക്, ബാലെ എക്സെട്ര അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ചെറിയൊരു വേർഷൻ, മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞങ്ങളിപ്പോൾ ഇതിന് ശേഷം പോകുന്നത്. അങ്ങനെ കോൺസേർട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞതിന് ശേഷം സ്പോട്ടായിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. അതിൽ വി ഡോണ്ട് റിഗ്രറ്റ് അറ്റ് ഓൾ. ഭയങ്കര എക്സ്പീരിയൻസ്, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് വിയന്നയിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു സ്ഥലവും കൂടെയാണ്. അപ്പം നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആൻഡ് സോ നമ്മുടെ ലാസ്റ്റ് നൈറ്റ് അറ്റ് വിയന്ന. എന്താ പറയുക, വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, വെരി ബ്യൂട്ടിഫുൾ പീപ്പിൾ, ബ്യൂട്ടിഫുൾ കൾച്ചർ. സോ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഹോപ്പ്ഫുള്ളി അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.